അഞ്ചാമത് അന്താരാഷ്ട്ര കയർ കേരള മേളയ്ക്ക് ആവേശത്തോടെ ആലപ്പുഴയുടെ മണ്ണിൽ തിരിതെളിഞ്ഞു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിലവിളക്കിൽ തിരിതെളിയിച്ച് അന്താരാഷ്ട്ര കയർ കേരള മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കയർ മേഖലയ്ക്ക് ഉണർവും ആവേശവും പകരുന്നതോടൊപ്പം കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വ്യക്തമായ പങ്കുവഹിക്കാനും അന്താരാഷ്ട്ര കയർ കേരള മേളയ്ക്ക് സാധിച്ചതായും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കയർ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നമായ ചകിരിക്ഷാമം പരിഹരിക്കാൻ വകുപ്പ് മന്ത്രിയും ഡിപ്പാർട്ട്മെന്റുകളും മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതിന് ഇപ്പോൾ വകുപ്പ് മന്ത്രി ചില നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. അത് നിശ്ചയമായും അതിനോടുള്ള പ്രതികരണം പോസിറ്റീവായിട്ടായിരിക്കും. മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏത് പ്രായോഗിക നിർദ്ദേശത്തെയും പൂർണ്ണമായും അതിന് പിന്തുണ കൊടുക്കും. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ധാരാളം ചെറുകിട സ്ഥാപനങ്ങളുണ്ട്. അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം അതിൻ്റെ വായ്പയുടെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനും ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ വായ്പ ലഭ്യമാക്കുന്ന സാഹചര്യം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പരമ്പരാഗത വ്യവസായത്തെ ആധുനികവൽക്കരിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സജ്ജമാക്കണമെന്ന വെല്ലുവിളി സർക്കാർ സധൈര്യം ഏറ്റെടുക്കുമെന്നും അറിയിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽസും NCRMIയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത അക്വയർ എന്ന നൂതന കയർ ഉൽപ്പന്നത്തിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കയർ മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. അധ്വാനശേഷി കുറിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് നാം മാറണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞു. കയർ കേരള മേളയുടെ വരവറിയിച്ച് വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. MP KC വേണുഗോപാൽ, ജി സുധാകരൻ MLA, PC വിഷ്ണുനാഥ് MLA, നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മസ്ഡോ, കയർ ഡെവലപ്മെന്റ് ബോർഡ് അംഗം K മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു.